വേണ്ടിയാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. മഴ കനത്തതോടെ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. റോഡിലെ കുഴിയിൽ ഇന്നൊരു കാർ വീണും അപകടമുണ്ടായി. മരാമത്ത് പണികൾക്കും വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മഴക്കാലമാകാൻ കേരളത്തിൽ കാത്തിരിക്കും. അതിന്റെ ദുരിതഫലം അനുഭവിക്കേണ്ടി വരിക നാട്ടുകാരും. തലനാരിഴക്കാണ് പനമ്പള്ളി നഗറിൽ ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. വൈറ്റ്ല കടവന്തറ മേഖലകളിൽ നിന്ന് തേവരയിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും പോകാനുള്ള പ്രധാന പാതയാണ് കോയിത്തറ റോഡ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഈ റോഡ്. അമൃത് പദ്ധതിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച റോഡ് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഇവിടെയാണ് ഇന്നലെ രാത്രി ഒരു കാറ് അപകടത്തിൽപ്പെട്ടത്. ജൽജീവൻ മിഷൻ എന്ന പദ്ധതിയുടെ പേരിൽ ഏതാണ്ട് ഒരു വർഷത്തോളമായി കുത്തിപ്പൊളിച്ച് താറുമാറാക്കി, കുത്തിപ്പൊളിച്ചതാണ് അല്ലാതെ പൊളിഞ്ഞുപോയതല്ല, താറുമാറാക്കി നശിപ്പിച്ചിട്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നല്ല, പറയുമ്പോൾ ഇതൊന്ന് കേൾക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയാണ്. ഏറ്റവും തിരക്കുള്ള റോഡുകളിലൊന്നാണ് കോയിത്തറ റോഡ്. കാര്യം സൗത്ത് ഓവർബ്രിഡ്ജ് ഒഴിവാക്കാനായിട്ട് ഒരു നല്ല ശതമാനം ആൾക്കാരും കുണ്ടന്നൂർക്ക് പോകണ ഈ വഴിക്കാണ്. അപ്പം അത്ര തിരക്കാണ്. എന്നിട്ട് പോലും ഈ ഒരു അനാസ്ഥ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നാട്ടുകാരോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണിത്. ഇതിപ്പോൾ നന്നാക്കും, പിന്നെയും പൊളിക്കും, പിന്നെയും നന്നാക്കും. ഇതന്നെ തൊഴിൽ. മഴയത്തൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ തന്നെ നടന്നു പോണ കാര്യം ഞങ്ങൾക്കറിയാം. അത്ര കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇവിടെ. നിർമ്മാണം നടക്കുന്നു എന്നൊരു ബോർഡ് പോലും വെക്കാൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് അപകടത്തിനിടയാക്കിയത്. ഈ കാറിന് പകരം ഒരു ബൈക്ക് യാത്രക്കാരനാണ് കുഴിയിൽ വീണതെങ്കിൽ ജീവൻ പോലും നഷ്ടമായേനെ. നിരവധി തവണ അധികൃതരോട് റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. 2 മാസക്കാലം വേനൽക്കാലം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും ഈ പണി ചെയ്യാനില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത് വാട്ടർ അതോറിറ്റിയോടാണ്. മാത്രമല്ല, ഒരു ബോർഡെങ്കിലും വെച്ച് ഒരു മുന്നറിയിപ്പെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ഇതിനു മുമ്പും പലയിടത്തും നമ്മൾ കണ്ടതാണ്. മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ലാതെ ഈ പണി നടത്തിയ സ്ഥലങ്ങളിൽ ആളുകൾ കുഴിയിൽ വീണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്.